ഇന്നീ പരിശുദ്ധമായ ദേവാലയാങ്കണത്തിൽ ഇങ്ങനെ ഒരു കലാരൂപം അവതരിപ്പിക്കുവാൻ അവസരം തന്ന ഇടവക വികാരി ഫാദർ ഷൈൻ ജോസ് ചിലങ്ങരയ്ക്കും, അതോടൊപ്പം ഇതിനു വേണ്ട സഹായ സഹകരണങ്ങളും പ്രോത്സാഹനവും നൽകിയ കേന്ദ്രസമിതി അംഗങ്ങൾക്കും തിരുനാൾ കമ്മിറ്റി അംഗങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ബൈബിളിലെ ലാസറിന്റെ കഥയെ ആസ്പദമാക്കി ഞങ്ങൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന ഈ കലാരൂപം കണ്ടാസ്വദിക്കുവാൻ കടന്നു വന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കട്ടെ. ഡിവൈൻ ആർട്സ് വടതല അവതരിപ്പിക്കുന്ന ബദാനിയയിലെ ലാസർ. ഇഹത്തിലേക്കൊരു കുറവുമില്ല. യഹോവയാം ദൈവമേ ഇടയനത്രേ, ഇഹത്തിലേക്കൊരു കുറവുമില്ല. ചിലം പുല്ലിൻ മൃദുശയ്യകളിൽ അവൻ എന്നെ കിടത്തുന്നു. ഉറവിങ്കലേക്ക് അവൻ എന്നെ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. പ്രാണനെ തണുപ്പിക്കുന്നു, നീതിപാതയിൽ നടത്തുന്നു. അഭിഷേകം ചെയ്യുന്നു. എന്നുടെ പാനപാത്രമിൽ നിന്നും നിറഞ്ഞിടും ഉന്നതൻ കരുണയാലേ. നന്മയും കരുണയും എന്നായുസ്സിൽ പിന്തുടർന്നിടുന്നു അനുദിനവും. യഹോവതൻ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമായി. യഹോവതൻ ആലയത്തിൽ ഞാൻ ദീർഘകാലം വസിക്കും ശുഭമായി. യഹോവയാം ദൈവമേ ഇടയനത്രേ, ഇഹത്തിലേക്കൊരു കുറവുമില്ല. മാർത്ത, ലാസറനെ ഇനിയും മടങ്ങിയെത്തിയില്ലല്ലോ. ഗുരുവിനെ കണ്ട് വേഗം മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയവനല്ലേ? മറിയം സഹോദരി, എന്തിനിങ്ങനെ വ്യാകുലപ്പെടുന്നു? അവനിപ്പോൾ വലിയ യുവാവായില്ലേ?
പോയതുപോലെ തിരികെ വരാൻ അവൻ അറിയാം. സഹോദരിക്ക് ഇപ്പോഴും അവൻ ചെറിയ കുട്ടിയാണെന്നാണ് വിചാരം. വിവാഹപ്രായമായവന്. അതല്ല മാർത്ത, നമുക്ക് 2 സഹോദരിമാർക്കും കൂടി ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ അവൻ മാത്രമല്ലേ ഉള്ളൂ. അവൻ എവിടേക്കെങ്കിലും പോയാൽ തിരികെ വരുന്നത് വരെ എന്റെ മനസ്സിനൊരു പിടപ്പാണ്. അവൻ യേശുനാഥനെ കണ്ട് ഉടൻ മടങ്ങിയെത്തിക്കോളും. നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണ്. യേശുനാഥൻ നമ്മുടെ ഭവനത്തിൽ വരുന്നതും നമ്മളോട് സ്നേഹവും സൗഹൃദവും കാണിക്കുന്നതും എത്രയോ വലിയ കാര്യമാണ്. ബദാനിയയിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം അദ്ദേഹം നമ്മുടെ ഭവനത്തിൽ വരാതിരുന്നിട്ടില്ല. ശരിയാണ് മാർത്ത, നിന്റെ കൈകൾ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്നു. ശരിയാണ് മറിയം പറയുന്നത്. എന്നാലും ശുശ്രൂഷയിൽ മുഴുകി നടക്കുമ്പോൾ എനിക്ക് പലപ്പോഴും അദ്ദേഹത്തിന്റെ അതരങ്ങളിൽ നിന്നും പുറപ്പെടുന്ന നല്ല വാക്കുകൾ കേൾക്കാൻ അവസരം ലഭിക്കാറില്ല. എന്തായാലും ഇനി അദ്ദേഹം വരുമ്പോൾ ഞാൻ പണികളൊക്കെ വേഗം തീർത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രവിക്കാനിരിക്കും. ലാസർ ഒന്നിങ്ങ് വന്നോട്ടെ. ഗുരു വരുന്നുണ്ടോ എന്ന് അപ്പോഴറിയാമല്ലോ. അപ്പോൾ നമുക്കൊരുമിച്ച് പണികളെല്ലാം വേഗം തീർക്കാം. അതുപോരെ? ആ, ചെയ്താൽ കൊള്ളാം. ഗുരുവിനെ കണ്ടാൽ സഹോദരി സകലതും മറക്കും. മാർത്ത, ലാസർ വന്നെന്ന് തോന്നുന്നു. ആ, അതെ അതെ, അവൻ തന്നെയാണത്. നിങ്ങൾ വലിയ ചർച്ചയിലാണല്ലോ. ഉമ്മത്തെത്തിയപ്പോഴേ 2 പേരുടെയും ശബ്ദം ഞാൻ കേട്ടു. എന്നെ കുറിച്ചാണോ? അതേ സഹോദര, നിന്നെ കുറിച്ച് തന്നെ. ഞങ്ങൾ നിന്റെ വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അതെ അതെ, നാളെ തന്നെ എൻ്റെ വിവാഹം നടത്തി തരണം. എന്നിട്ട് വേണം എൻ്റെ ഭാര്യയെ കൊണ്ട് നിങ്ങളോട് കുറച്ച് പോരെടുപ്പിക്കാൻ. ലാസറേ, നീ യേശുനാഥനെ കണ്ടായിരുന്നോ? അദ്ദേഹം ഇങ്ങോട്ട് വരുന്നുണ്ടോ? അദ്ദേഹം ഇപ്പോൾ യൂദയിൽ തന്നെയുണ്ട്. അദ്ദേഹത്തിന് പുരോഹിതന്മാരുടെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പുണ്ട്. അവരുടെ വാക്കു കേട്ട് ജനക്കൂട്ടം ഗുരുവിനെ കല്ലെറിയാൻ നോക്കുകയാണ്. അദ്ദേഹം ഉടൻ ഗലീലയിലേക്ക് പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഭവനത്തിലേക്ക് വരുന്നില്ലേ? വരും. ഇവിടെ വന്നിട്ട് അദ്ദേഹം ഗലീലയിലേക്ക് പോകുന്നു. വരും, നമുക്ക് വേഗം വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം. ലാസറേ, നീ വേഗം ചെന്ന് സക്കായി സഹോദരനെയും സലോമയും കൂട്ടിവരൂ. ഗുരു എന്ന് വരുന്നുണ്ടോ എന്ന് കുറച്ചു മുൻപ് കൂടി വന്ന് ചോദിച്ചിട്ട് പോയതേ ഉള്ളൂ. ശരി സഹോദരി, ഞാൻ പോയി ആ നല്ല അയൽക്കാരെ കൂട്ടിവരാം. ഗുരു വരുന്നതറിഞ്ഞാൽ 2 ആൾക്കും വലിയ സന്തോഷമാകും. മാർത്ത, മറിയം, ഗുരു വരുന്നുണ്ടല്ലേ? സന്തോഷമായി. ഞാൻ ദൂതുമായി പോയിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ തവണ ഗുരു വന്നത്. എന്തായാലും ഇത്തവണ അദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യമുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ, കഴിഞ്ഞ തവണയും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്താൽ ഒരിക്കൽ കൂടി ഭവനം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. മഹാഭാഗ്യം. സന്തോഷം. നിങ്ങൾ ഇത്രയും നല്ല അയൽക്കാരുള്ളത് ഞങ്ങളുടെ ഭാഗ്യമാണ്. സ്വന്തം മക്കളോട് എന്ന പോലെയുള്ള നിങ്ങൾ 2 പേരുടെയും കരുതൽ ഞങ്ങൾക്ക് വലിയ സംരക്ഷണവും ധൈര്യവുമാണ് നൽകുന്നത്. മക്കളില്ലാത്ത ഞങ്ങൾക്ക് ദൈവം തന്ന മക്കളാണ് നിങ്ങൾ. നിങ്ങൾ തരുന്ന സ്നേഹത്തിൽ ഞാനൊരപ്പനും സലോമിയൊരു അമ്മയുമായി മാറുന്നു. വന്ദേ എന്ന് പറഞ്ഞ് നാട്ടുകാർ അപമാനിക്കുമ്പോഴും നിങ്ങൾ 3 മക്കൾ എനിക്കുണ്ടെന്ന് മനസ്സിൽ പറഞ്ഞ് ഞാൻ ആശ്വസിക്കും. ആഹാ, പറഞ്ഞ് സങ്കടത്തിലേക്ക് എത്തിയോ? നമുക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം. ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. മകന് ലാസറി, ഈ പീഠത്തിന് താങ്ങി നമുക്കിത് നടുവിലേക്കിടാം. ആ, ഞാൻ പിടിച്ചു. ഇവിടെ ഇട്ടാൽ മതിയോ? ആ, കുറച്ചുകൂടി മുന്നോട്ട്. ആ, അവിടെ മതി. ആ, മതി. അതാ ഗുരു വരുന്നുണ്ട്. മാർത്ത, മാർത്ത, വേഗം വരൂ. ഗുരു ഇങ്ങെത്തി. ഈ ഭവനത്തിന് സമാധാനം.
ഗുരുവേ, അങ്ങീ പീഠത്തിൽ നിന്ന് വിശ്രമിച്ചാലും ശിഷ്യന്മാരെ നിങ്ങൾ വിരിക്കും. ലാസറേ, നീ ഇരിക്കൂ. എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ. അതേ ഗുരുവേ, അവിടുന്ന് ഈ ഭവനത്തിൽ വരുന്നത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്നു. ഞങ്ങളീ സഹോദരങ്ങളെ തേടി അങ്ങ് വരുന്നത് ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിച്ച മഹാഭാഗ്യമായാണ് ഞങ്ങൾ കരുതുന്നത്. ലാസർ വന്നപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞിരുന്നു. ഇത്തവണ സക്കായും ഉണ്ടല്ലോ. ക്ഷേമമായിരിക്കുന്നുവോ സക്കായും സലോമിയും? ഞങ്ങൾ ക്ഷേമമായിരിക്കുന്നു ഗുരുവേ. കഴിഞ്ഞ തവണ വന്നപ്പോൾ സക്കായിയെ കണ്ടില്ലായിരുന്നല്ലോ. ദൂതമായി പോകുന്ന കാര്യം സലോമി പറഞ്ഞായിരുന്നു. സക്കായി ഇപ്പോൾ കൃഷിപ്പണിക്കൊന്നും പോകുന്നില്ലേ? ദൂതുമായി ദൂരേക്ക് പോകുമ്പോൾ കൃഷിയുടെ കാര്യം ആര് നോക്കും? പത്രോസേ, ഞാൻ കൃഷിപ്പണി വിട്ടിട്ടൊന്നുമില്ല. ഞാനില്ലാത്തപ്പോൾ സലോമി നോക്കിക്കോളും. ഞാനീ ദൂതുമായി പോകുന്നത് വരുമാനത്തിന് വേണ്ടിയൊന്നുമല്ല. പാരമ്പര്യമായി ഇതിങ്ങനെ കൈമാറി പോകുന്നതാണ്. സക്കായിയെ സമ്മതിക്കണം. ഇത്രയും ദൂരമൊക്കെ ഓടിച്ചെന്ന് ദൂതെത്തിക്കുക എന്നത് വളരെ പ്രയാസം ചെന്ന കാര്യം തന്നെയാണ്. ഇല്ല തോമസ്, നടന്നു ഓടിയതുമല്ല ഞാൻ ദൂരേക്ക് പോകുന്നത്. പഴയ ഒരു കുതിരവണ്ടി കൊണ്ടുവിളി, അതിലാണ് പോക്കുവരവ്. ഇപ്പോൾ വയസ്സായില്ലേ. സലോമി എന്ന് അനങ്ങാതെ നിൽക്കുന്നത്. എനിക്ക് ഗുരുവിനെ കണ്ടാൽ പിന്നെ കൈയും കാലും അനങ്ങില്ല. അപ്പോൾ നാവണങ്ങുന്നതും. പോടാ അവിടെ നിന്ന്. മറിയം, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ? ഗുരുവേ, അവിടുത്തെ മാതാവ് ക്ഷേമമായിരിക്കുന്നുവോ? ഒരിക്കൽ മാത്രമേ ഞാൻ ആ ചൈതന്യത്തെ കണ്ടിട്ടുള്ളൂ. മറിയം, മാതാവ് ക്ഷേമമായിരിക്കുന്നു. ഞാൻ ഭവനത്തിലേക്ക് ചെല്ലുന്നില്ല എന്ന പരാതിയാണ് അമ്മയ്ക്ക്. വൈകാതെ തന്നെ നസറത്തിലേക്കൊന്ന് ചെന്ന് അമ്മയെ കാണാം. ഏറെ നാളായില്ലേ അവിടെ നിന്ന് പോന്നിട്ട്. മറിയം, ഗുരുവിന്റെ കൂടെ വന്ന് വന്ന് ഈ ഭവനവും ഞങ്ങൾക്ക് അമ്മ മറിയത്തിന്റെ ഭവനം പോലെ ഏറെ പ്രിയപ്പെട്ടതായിരിക്കുന്നു. ബദാനിയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കാണാമല്ലോ എന്ന സന്തോഷം തോന്നാറുണ്ട് മനസ്സിന്. ഗുരുവേ, ഞാൻ ഇന്ന് അങ്ങയുടെ അടുക്കൽ വന്നപ്പോൾ അങ്ങൊരു അന്ധന് സൗഖ്യം നൽകുകയായിരുന്നു. ആരുടെ പാപം നിമിത്തമാണ് ഗുരുവേ അവൻ അന്ധനായത്? അവൻ്റെയോ അവൻ്റെ മാതാപിതാക്കളുടെയോ? അവൻ്റെയോ അവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല. പ്രത്യുത ദൈവമഹത്വം അവനിൽ പ്രകടമാകേണ്ടതിന് വേണ്ടിയാണ്. ഗുരുവേ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അങ്ങ് മലയിൽ പ്രസംഗിച്ചപ്പോൾ ആടുകളുടെ വാതിലിന്റെ ഉപമ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അങ്ങൊന്ന് വിശദീകരിച്ച് തരണമേ. ശരിയാണ് ഗുരുവേ, ഞാനും അത് ചോദിക്കാനിരിക്കുകയായിരുന്നു. ആരാണ് ആടുകളുടെ വാതിൽ? ആരാണ് നല്ലിടയൻ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാൻ നല്ലിടയനാണ്. നല്ലിടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു. ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരിടയനുമാകും. ഗുരുവേ, എന്റെ സഹോദരി ശുശ്രൂഷകൾക്കായി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? അവളോട് എന്നെ ഒന്ന് സഹായിക്കാൻ പറയണമേ. മാർത്ത, നീ അനേക കാര്യങ്ങളെക്കുറിച്ചോർത്ത് അസ്വസ്ഥയായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്നതും വിലപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാൽ ദൈവവചനം കേൾക്കുക എന്നത് അതിലും വിലപ്പെട്ടതാണ്. സഹോദരി ക്ഷമിക്കൂ, ഞാൻ ഗുരുവിന്റെ വാക്കുകൾ കേട്ടിരുന്നു പോയി. വരൂ, നമുക്കൊരുമിച്ച് പോയി ഇവർക്ക് ഭക്ഷണം ഒരുക്കാം. ഭക്ഷണമൊക്കെ കാലമായി, ഇനി വിളമ്പിക്കൊടുത്താൽ മതി. വരൂ മറിയം. ആ തർക്കം അതങ്ങനെ ഭംഗിയായി അവസാനിച്ചു.
വളരെ രുചിയുള്ള ഭക്ഷണമാണ് ഈ പാകം ചെയ്തിരിക്കുന്നത്. നല്ല വിശപ്പുണ്ട്. കുറച്ചുകൂടി വിളമ്പും. ദാ പത്രോസ്, മതിയോ? മതി മതി, ധാരാളം. മാർത്ത, നിന്റെ കൈകൾ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്കെൻ്റെ അമ്മയുടെ ഭക്ഷണത്തിൻ്റെ ഓർമ്മ വരും. രുചികരമായ ഭക്ഷണം പാകം ചെയ്യുവാനുള്ള നിന്റെ കഴിവ് അപാരം തന്നെയാണ് മാർത്ത. ഞാൻ ഈ പാത്രങ്ങളെല്ലാം അകത്ത് വെച്ചിട്ട് വരാം. മാർത്ത, ഇനി നീ കുറച്ചു നേരം സ്വസ്ഥമായി ഇവിടെ ഇരിക്കൂ. ഇനി ഞാൻ നിങ്ങളോടായി ഒരു ഉപമ പറയാം. സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ജോലിക്കാരെ വിളിക്കാൻ അതിരാവിലെ പുറപ്പെട്ട വീട്ടുടമസ്ഥൻ സന്ദർശിച്ചു. ആദ്യം കണ്ടവരോട് 1 ധനാറ നൽകാം എന്ന വ്യവസ്ഥയിൽ അവൻ അവരെ തോട്ടത്തിലേക്ക് അയച്ചു. 3-ാം മണിക്കൂറിലും 6-ാം മണിക്കൂറിലും കണ്ടവരോടും തോട്ടത്തിലേക്ക് ചെല്ലുവാൻ അദ്ദേഹം പറഞ്ഞു. 11-ാം മണിക്കൂറിൽ കണ്ടവരെയും അദ്ദേഹം തോട്ടത്തിലേക്ക് അയച്ചു. വൈകുന്നേരമായപ്പോൾ കാര്യസ്ഥൻ ഏവർക്കും 1 ധനാറ വീതം വേതനം നൽകി. അപ്പോൾ ആദ്യം വന്നവർ ഉടമയോട് പരാതിപ്പെട്ടു. ആദ്യം വന്നവർക്കും അവസാനം വന്നവർക്കും നീ ഒരേ പ്രതിഫലം നൽകിയത് ശരിയായില്ല. അപ്പോൾ ഉടമ പറഞ്ഞു, ആദ്യം വന്നവർക്കും അവസാനം വന്നവർക്കും ഒരുപോലെ നൽകുവാനാണ് എനിക്കിഷ്ടമെങ്കിൽ നീ എന്തിന് അസൂയപ്പെടുന്നു? ഇതുപോലെ സ്വർഗരാജ്യത്തിലും മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകും. ഗുരുവേ, സമയം സന്ധ്യാകാറായി. എനിക്ക് യാത്ര ആരംഭിച്ചാലോ? ഡൽഹിയിലേക്ക് ഇവിടുന്ന് 2 ദിവസത്തെ കാൽനടയുണ്ട്. നമുക്ക് ഇന്ന് രാത്രി തന്നെ യൂദയ താണ്ടണം. അങ്ങനെ കണ്ടാൽ അവർ കൊല്ലാൻ നോക്കുകയാണ്. പത്രോസ്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. നമുക്ക് പുറപ്പെടാം. പെസഹായ്ക്ക് മുൻപേ എനിക്കൊരിക്കൽ കൂടി ജെറുസലേമിലേക്ക് വരേണ്ടതുണ്ട്. ലാസർ, മാർത്ത, മറിയം, സഖായി, സലോമി, ഞങ്ങളിതാ പുറപ്പെടുകയായി. ബഥാനിയയിലൂടെ ഇനിയും പോകേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ വരാം. അപ്പോൾ ഞങ്ങൾ യാത്രയാകട്ടെ. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്നെ നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ? എൻ്റെ പേരും പ്രവൃത്തിയും നിങ്ങൾക്കറിയാം. എന്നാൽ നിങ്ങൾക്കാർക്കും എന്നെക്കുറിച്ച് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. ഈ ഭൂമുഖത്ത് ജീവനുള്ള എല്ലാത്തിനും എന്നെ ഭയമാണ്. ആരും എന്നെ ക്ഷണിക്കാറില്ലെങ്കിലും സമയമാകുമ്പോൾ ഞാൻ സ്വമേധയാ വന്നെത്തും. എനിക്ക് കുബേരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല. പക്ഷിയെന്നോ മൃഗമെന്നോ ഇല്ല. ഞാൻ വന്നു വിളിച്ചാൽ ആരും കൂടെ പോന്നേ പറ്റൂ. എൻ്റെ സ്പർശനം ഏറ്റവരാരും പിന്നീട് ഈ ഭൂമുഖം കണ്ടിട്ടില്ല. അവരുടെ ഭൂമിയിലെ കാഴ്ചകൾ അതോടെ അവസാനിക്കും.
ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ ഏതാണ്ട് മനസ്സിലായി കാണും ഇല്ലേ? ഇല്ലെങ്കിൽ പറയാം, ഞാനാണ് മരണം. കാലൻ, മരണദൂതൻ എന്നിങ്ങനെ പല പേരുകളിൽ ഞാൻ അറിയപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ഞാൻ എന്തിന് ചെറുപ്പക്കാർ മാത്രമുള്ള ഈ ഭവനത്തിൽ വന്നെന്ന്? പറയാം, ഈ ഭവനത്തിൽ ഒരു വ്യക്തിയുടെ സമയം കഴിയാറായിരിക്കും. എൻ്റെ ദൗത്യം നിർവഹിക്കുവാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്നും ആരെയാണെന്നും നിങ്ങൾ വഴിയെ കണ്ടുകൊള്ളുക. അപ്പോൾ ഞാൻ എൻ്റെ ദൗത്യം ആരംഭിക്കട്ടെ. ലാസറേ, സഹോദര, എഴുന്നേറ്റ്. എന്തൊരുറക്കമാണിത്! ദേ, വയലിൽ പണിക്കാർ ഇറങ്ങിക്കഴിഞ്ഞു. നീ വേഗം ഒന്നങ്ങോട്ട് ചെന്നേ. എഴുന്നേറ്റ്, എഴുന്നേൽക്കടാ. മകനെ, നിനക്കെന്താണൊരു വയ്യായിക പോലെ? നിന്റെ ദേഹം ചുട്ടു പൊള്ളുന്നുണ്ടല്ലോ. ശരീരമാകെ മുറുമുന്ന വേദന. നീ ഇവിടെ തന്നെ ഇരിക്കൂ. ഞാൻ വേഗം പോയി കുറച്ചു ചൂടുവെള്ളം കൊണ്ടുവരാം. മാർത്ത, മാർത്ത, നീ ഇതെവിടെയാണ്? എനിക്കിത് എന്താണ് സംഭവിച്ചത്? ജ്വരപ്പനിയോ മറ്റോ ആണോ? നാട്ടിലെങ്ങും പനിയോ പകർച്ചവ്യാധിയോ ഉള്ളതായി കേട്ടില്ലല്ലോ. പിന്നെ എന്താണ് ഇങ്ങനെ വരാൻ? പ്രാണം പിടയുന്ന വേദന തോന്നുന്നുണ്ടകത്ത്. പോകേണ്ടേ നമുക്ക്? നിന്റെ യാത്രയ്ക്കുള്ള സമയം അടുത്തിരിക്കുന്നു. ആരാണ് നീ? കഥകൾ അടച്ചിരിക്കുകയാണല്ലോ. എങ്ങനെ നീ അകത്ത് കയറി? ലാസറേ, എന്റെ മുമ്പിൽ കതകുകളില്ല, ശരീരങ്ങളില്ല, ജീവൻ മാത്രം. പോകാം നമുക്ക്. സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. ഇല്ല, എനിക്ക് നീ ആരാണെന്ന് അറിയില്ല. ഇത്രയും ഭീകരമായ ഒരു രൂപത്തെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. ഞാൻ നിന്റെ കൂടെ എവിടേക്കും വരുന്നില്ല. എനിക്കിവിടെ എൻ്റെ സഹോദരിമാരുടെ കൂടെ ജീവിച്ചാൽ മതി. പോകൂ, കടന്നു പോകൂ ഇവിടെ നിന്ന്. മാർത്ത, മറിയം, സഹോദരിമാരെ, വേഗം വരൂ. ലാസറേ, മകനെ, നിനക്കിതെന്തു പറ്റി? നീ ആരോടോ കയർത്ത് സംസാരിക്കുന്നത് കേട്ടല്ലോ. ആരെങ്കിലും വന്നിരുന്നോ ഇവിടെ? കതകുകൾ അടച്ചിരിക്കുകയാണല്ലോ. സഹോദരിമാരെ, ഇതാ ആ നിൽക്കുന്നവൻ ആരാണ്? ആരാണ് അവൻ അകത്ത് കയറ്റിയത്? അവനോട് പോകാൻ പറയൂ. സഹോദര, അവിടെ എങ്ങും ആരുമില്ലല്ലോ. നിനക്ക് തോന്നുന്നതായിരിക്കും. നീ ഇവിടെ വന്നിരുന്ന് ഈ ചൂടുവെള്ളം കുടിച്ചേ. സഹോദര, നിന്നെ തീ പോലെ പൊള്ളുന്നുണ്ടല്ലോ. ജ്വരപ്പനിയാണ് നിനക്കെന്ന് തോന്നുന്നു. ഞാൻ പോയി റാഹേലമ്മയോട് മരുന്ന് വാങ്ങിയിട്ട് വരാം. വേണ്ട വാർത്ത, സഹോദരി എന്റെ അടുത്ത് നിന്നും എവിടേക്കും പോകേണ്ട. ദാ അത് കണ്ടോ? അവൻ ചിരിക്കുന്നു. അവൻ എന്നെ കൈകാട്ടി വിളിക്കുന്നു. ഞാൻ നിങ്ങളെ വിട്ട് എവിടേക്കും പോവുകയില്ല. ലാസറേ, പോകേണ്ടേ നമുക്ക്? ലാസറേ, സമയം തീരാറായി. വരൂ, പോകാം നമുക്ക്. മകനെ ലാസറേ, ജ്വരപ്പനി കലശലായാൽ കാണാത്തത് കാണുമെന്നും പിച്ചും പേയും പറയുമെന്നുമൊക്കെ റാഹേലമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നീ കുറച്ചു നേരം ഇവിടെ കിടക്കൂ. അയ്യോ, അതാ അവൻ എൻ്റെ അടുത്തേക്ക് വരുന്നു. വേദനിക്കുന്നു, സഹിക്കാനാവാത്ത വേദന. വാർത്ത അറിയാം, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ഇല്ല സഹോദര, നിനക്കൊന്നുമില്ല. എല്ലാം നിന്റെ തോന്നലുകളാണ്. നീ കരയാതിരിക്കും. ഞങ്ങളോടൊപ്പം നിന്നെ ആർക്കും എവിടേക്കും കൊണ്ടുപോകുവാൻ സാധിക്കില്ല. ലാസറേ, നിന്റെ സമയം തീരുന്നു. വരൂ, നമുക്ക് വേഗം പോകാം.
ഇല്ല, അവൻ പിന്നെയും ചിരിക്കുന്നു. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. മാർത്ത, നീ ഓടിപ്പോയി സക്കായി സഹോദരനെ വിളിച്ചു കൊണ്ടുവരൂ. ഇവൻ ആകെ ഭയന്നിരിക്കുന്നു. കടുത്ത പനിയുമുണ്ട്. വേഗം എന്തെങ്കിലും ചെയ്യണം. നീ വേഗം പോയി വാ. മറിയം, നീ പരിഭ്രമിക്കേണ്ട. സഹോദരി ലാസറിന്റെ കൂടെ തന്നെ ഇരിക്കൂ. ഞാൻ ഓടിപ്പോയി അവരെ വിളിച്ചുകൊണ്ട് വരാം. ലാസറേ, പേടിക്കേണ്ടടാ, എല്ലാം ശരിയാകും. ഞാൻ സക്കായി സഹോദരനെ വിട്ട് റാഹേലമ്മയെ ഉടൻ വിളിപ്പിക്കാം. ആ അമ്മയുടെ മരുന്ന് കഴിക്കുമ്പോൾ എല്ലാം ശരിയായിക്കൊള്ളും. മകനെ ലാസറേ, നിനക്കിതെന്ത് പറ്റി? നീ എന്താണ് കിടക്കുന്നത്? നീ ആകെ അവശനായിരിക്കുന്നല്ലോ മകനെ. സക്കായി സഹോദര, എന്റെ ശരീരം മുഴുവൻ വേദനിക്കുന്നു. ശ്വാസം കിട്ടുന്നില്ല. നിൽക്കുന്നവൻ എന്നോട് കൂടെ വരാൻ പറയുന്നു. ആരാണവൻ? സക്കായി സഹോദര, ഇവൻ ഉണർന്നപ്പോൾ മുതൽ പിച്ചും പിന്നെയും പറയുകയാണ്. കടുത്ത പനിയുമുണ്ട്. അങ്ങൊന്ന് പോയി റാഹേലമ്മയെ കൂട്ടിക്കൊണ്ടുവരുമോ? ശരി മറിയം, ഞാൻ വേഗം പോയിട്ട് വരാം. ലാസറേ, നിന്റെ സമയം തീരുന്നു. വരൂ, നമുക്ക് വേഗം പോകാം. ഇല്ല, ഞാൻ വരുന്നില്ല. നീ ഈ ഭാഗത്തിൽ നിന്ന് പുറത്തു പോകൂ. മകനെ ലാസറേ, നിനക്കൊന്നുമില്ല. റാഹേലമ്മ ഒന്നിങ്ങ് വന്നോട്ടെ. മരുന്ന് കഴിക്കുമ്പോൾ എല്ലാം ഭേദമായിക്കോളൂ. ആരോടാ ഇവൻ സംസാരിക്കുന്നത്? ഞാൻ ആരെയും കണ്ടില്ലല്ലോ. അവൻ ഏതോ രൂപത്തിൽ കണ്ടെന്ന് പറയുന്നു. അതവനെ കൂടെ വരാൻ വിളിക്കുന്നു എന്നാണ് അവൻ പറയുന്നത്. ഞങ്ങളിവിടെ വേറെ ആരെയും കണ്ടില്ല. ലാസറാകെ ഭയന്നിരിക്കുന്നു. എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് എല്ലാവരും കരയുന്നത്? അവനെ ഭയപ്പെടുത്താതെ. എല്ലാവരും കരച്ചിൽ നിർത്തിയേ. അവൻ ചെറുപ്പമല്ലേ, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അവനെ വേഗം മരുന്ന് നൽകാം. റാഹേലമ്മേ, ഇവന് അസുഖം വളരെ കൂടുതലാണ്. തീ പൊട്ടിയാണ് അവന്റെ ശരീരത്തിന്റെ ചൂട്. റാഹേലമ്മേ, ഇവൻ എന്തോ കണ്ട് ഭയന്നിട്ടുണ്ട്. രാവിലെ മുതൽ ഇവൻ പിച്ചും പേയും പറഞ്ഞ് കരച്ചിലാണ്. ഞങ്ങൾക്കിത് താങ്ങാനാവുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ. ഇവന് ജ്വരപ്പനി കടുത്തുപോയെന്ന് തോന്നുന്നു. ഇവന് ഞാൻ ക്ഷിപ്രഫലം കിട്ടുന്ന ഒരു കൂട്ടം മരുന്ന് നൽകാം. പെട്ടെന്ന് തന്നെ അസുഖം കുറഞ്ഞോളും. സലോമി, നീ ഇതൊക്കെ ഒന്ന് വേഗം ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് കൊണ്ടുവന്നേ. തരൂ റാഹേലേ, ഞാൻ വേഗം പോയി ഇതിന് നീരെടുത്തുകൊണ്ട് വരാം. റാഹേലമ്മേ, വേഗം എന്തെങ്കിലും ചെയ്യൂ. അവന്റെ വേദനയും ഭയവും കണ്ടു നിൽക്കാനാവുന്നില്ല. നിങ്ങളിങ്ങനെ കരയാതിരുന്നേ. ഈ ഭയവും പിച്ചുമ്പയും പറയലുമൊക്കെ ഞാൻ പല രോഗികളിലും കണ്ടിട്ടുണ്ട്. മരുന്ന് കൊടുത്ത് ഞാൻ അവരെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. സലോമി ഒന്നിങ്ങ് വന്നോട്ടെ. ആദ്യ കൂട്ടിൽ തന്നെ അവനെ പ്രകടമായ മാറ്റം കാണും. 2-3 കൂട്ട് കഴിക്കുമ്പോൾ തന്നെ അവൻ പൂർണ്ണമായി സുഖം പ്രാപിക്കും. മകനെ ലാസറേ, ശാന്തനായി കിടന്നോളൂ. പനി പെട്ടെന്ന് കുറഞ്ഞോളൂ. മോനൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാകും. ലാസറേ, നിന്റെ സമയം തീരുന്നു. വരൂ, നമുക്ക് വേഗം പോകാം. എന്റെ സ്പർശനം ഏൽക്കുന്നതോടെ നിന്റെ സമയം പൂർത്തിയാകും. ഇല്ല, ഞാൻ വരുന്നില്ല. എന്നെ കാണുമ്പോൾ എൻ്റെ വേദന കൂടുന്നു. പോകൂ, പുറത്തു പോകൂ. എൻ്റെ അടുത്തേക്ക് വരരുത്. മകന് ലാസറേ, നിനക്ക് വേദന കുറവില്ലേ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? റാഹേലമ്മേ, എൻ്റെ വേദന കൂടിക്കൂടി വരുന്നു. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. അവനതാ വീണ്ടും ചിരിക്കുന്നു. മകനെ, അവിടെയും ആരുമില്ലല്ലോ.
നീ ഇങ്ങനെ വേദനപ്പെടാതിരിക്കൂ. എല്ലാം നിന്റെ തോന്നലുകളാണ്. റാഹേലമ്മേ, ലാസറിന് യാതൊരു മാറ്റവുമില്ലല്ലോ. നമ്മൾ ഇനി എന്ത് ചെയ്യും? അയ്യോ, എന്റെ കുഞ്ഞെഴുത്. മാർത്ത, മറിയം വീര്യമേറിയ മരുന്ന് കൊണ്ടാണ് ഞാൻ അവന് നൽകിയത്. പക്ഷെ അതവനിൽ യാതൊരു ഫലവും ചെയ്തില്ല. ഞങ്ങൾക്കിത് താങ്ങാനാവുന്നില്ല. റാഹേലമ്മേ, അമ്മ കൂടി കൈവടിഞ്ഞാൽ ഞങ്ങളിനി ഇവനെ എന്തു ചെയ്യും? ഈ നാട്ടിൽ അമ്മയോളം കഴിവുള്ള വൈദ്യന്മാർ വേറെ ആരുമില്ലല്ലോ. മറിയം, എന്റെ അറിവനുസരിച്ച് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കാനേ കഴിയും. റാഹേലമ്മേ, അമ്മയോട് ഞങ്ങളെ കൈവിട്ടോ. നമുക്ക് യേശുനാഥന് വിവരം അറിയിച്ചാലോ? ഗുരു വിചാരിച്ചാൽ ഇതിനെ രക്ഷിക്കാനാവും. മറിയം, നിങ്ങൾ ഭയപ്പെടാതിരിക്കും. ഞാൻ വേഗം ചെന്ന് ഗുരുവിനെ കൂട്ടി വരാം. ലാസർ, മകനെ പേടിക്കേണ്ടടാ. ഗുരു വേഗമെത്തും. പേടിക്കണ്ട മകനെ, പേടിക്കണ്ട. ലാസറേ, ഗുരു ഒന്ന് വന്നോട്ടെ. അദ്ദേഹം എന്നെ സുഖപ്പെടുത്തിക്കും. ലാസറേ, ലാസറേ, നിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. വരൂ, ഇനിയും വൈകിക്കൂടാ. അതാ അവനെ സ്പർശിക്കാൻ വരുന്നു. പോകൂ, നിന്റെ അടുത്തേക്ക് വരണ്ട. പോകൂ, പോകൂ. മകനെ, ഒന്നുമില്ല നിനക്ക്. എല്ലാം നിന്റെ തോന്നലുകളാണ്. നീ ഭയപ്പെടാതിരിക്കൂ. അതാ അവൻ എൻ്റെ അടുത്തെത്തി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. യേശുവേ, ഗുരുവേ, നീയും വന്നില്ലല്ലോ. ലാസറേ, മകനെ, നീ കരയാതിരിക്കൂ. ഗുരു ഒന്ന് വന്നോട്ടെ. അവൻ നീ രക്ഷിക്കും. കരയില്ലടാ, കരയില്ലടാ മകനെ, കരയില്ലേ. ലാസറേ, നിന്റെ ഈ ഭൂമിയിലുള്ള സമയം അവസാനിച്ചിരിക്കുന്നു. വരൂ, നമുക്ക് പോകാം. ഞാൻ എൻ്റെ ദൗത്യം പൂർത്തിയാക്കട്ടെ. സഹോദരിമാരെ, എന്നെ അവൻ സ്പർശിച്ച എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. എൻ്റെ ശരീരത്തിൻ്റെ ഭാരം കുറയുന്നത് പോലെ തോന്നുന്നു. എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. ലാസറേ, എന്താണ് നീ ഒന്നും മിണ്ടാത്തവൻ? എന്നോട് എന്തെങ്കിലും പറയണം. ലാസറേ, ലാസറേ, പൊന്നു മകനേ. ലാസറേ, സഹോദരാ, ഞങ്ങൾ എങ്ങനെ സഹിക്കും? ഞങ്ങളെ വിട്ടു പോകല്ലേ മകനെ, ഞങ്ങളെ വിട്ടു പോകല്ലേ. ഞങ്ങൾക്കിനി ആരുണ്ട്? ലാസറേ, ഇല്ല, ഇത് താങ്ങാൻ ഞങ്ങൾക്കാകില്ല. ലാസറേ മകനെ, നീ ഇത്ര വേഗം ഞങ്ങളെ വിട്ടുപോയോ? മരണമാണ് നിന്റെ പുറകിലുള്ളതെന്ന് അറിഞ്ഞില്ലല്ലോ. എങ്കിൽ നേരത്തെ ഗുരുവിനെ വിളിക്കാമായിരുന്നു. അറിഞ്ഞില്ല മകനെ, അറിഞ്ഞില്ല. നീ മരണത്തെയാണ് ഭയപ്പെടുത്തതെന്ന്. എന്താണ് നിങ്ങൾ എല്ലാവരും കഴിയുന്നത്? ഗുരു വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കരയാതിരിക്കുന്നു. സക്കായി, നമ്മുടെ ലാസർ പോയി. ലാസറേയും പൊന്നു മകനെ, നീ ഞങ്ങളെ വിട്ടു പോയോ? ഗുരു വരുന്നവരെങ്കിലും നീ കാത്തിരിക്കണോ മകനെ? ഞാൻ നിനക്ക് വേണ്ടി എത്ര തിടുക്കത്തിനാണ് യാത്ര ചെയ്തത്. എല്ലാം വിഫലമായി. എന്റെ ലാസറേ, എന്റെ മകനെ. സക്കായി, ലാസർ നമ്മെ വിട്ടുപോയി. മരുന്നുകൾക്കൊന്നും അവനെ രക്ഷിക്കാനായില്ല. ഗുരു വേഗം വന്നെത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അദ്ദേഹം എത്തുന്നത് വരെ അവൻ കാത്തിരുന്നു. സക്കായി, ഉടൻ അടക്കത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. പുതിയ വല്ല പകർച്ചവ്യാധിയുടെയും ആരംഭമാണോ എന്നറിയില്ലല്ലോ.
ശരി രാഹിലെ, ഞാൻ പോയി ആളെ കൂട്ടി അടക്കത്തിലുള്ള ഗുഹ ഒരുക്കട്ടെ. സലോമി, നീ കുളിച്ച് നാട്ടുകാരെയും കൂട്ടി അവരെ പരിമള ദ്രവ്യങ്ങളെ പൊതിഞ്ഞ് അടക്കത്തിനായി ഒരുക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തിനാണ് വന്നതെന്ന്? ലാസറിന്റെ ജീവൻ ഞാൻ കൊണ്ടുപോകും. അവന്റെ ഈ ഭൂമിയിലെ ജീവിതം ഇതോടെ അവസാനിച്ചു. സക്കായി വന്നു പോയിട്ട് ദിനങ്ങൾ കഴിഞ്ഞിട്ടും അങ്ങെന്താണ് ബദാനിയയിലേക്ക് പോയി ലാസറിനെ സൗഖ്യപ്പെടുത്താത്തത്? ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത്. ലാസർ മരണസന്നനായിരിക്കുന്നു എന്നല്ലേ സക്കായി പറഞ്ഞത്. ലാസറിനെയും കുടുംബത്തെയും അങ്ങിത്രമേൽ സ്നേഹിച്ചിട്ടും അങ്ങെന്റെ അവരുടെ അപേക്ഷ പരിഗണിച്ചില്ല. ശിഷ്യരെ, ലാസറിന്റെ ഈ രോഗം മരണത്തിൽ കലാശിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവപുത്രൻ മഹത്വപ്പെടുന്നതിന് വേണ്ടിയുള്ളതത്രേ. നമുക്ക് അവിടേക്ക് പോകാൻ സമയമായി. വരൂ, നമുക്ക് യാത്ര ആരംഭിക്കാം. നമ്മൾ വൈകിപ്പോയോ ഗുരുവേ? ബദാനിയയിലേക്ക് ഉടന്ന് 2 ദിവസത്തെ കാൽനടയില്ലേ? പത്രോസേ, നീ അസ്വസ്ഥനാകാതിരിക്കും. അവിടെ ചെന്നു കഴിയുമ്പോൾ നിനക്കെല്ലാം ബോധ്യമായിക്കൊള്ളും. ഗുരുവേ, യൂദായിലെ ജനങ്ങൾ അങ്ങയെ കല്ലെറിയാൻ നോക്കുകയാണ്. പിന്നെയും നീ അവിടേക്ക് പോവുകയാണോ? പകൽ നടക്കുന്നവൻ ഇരുട്ടിനെ എന്തിനു ഭയപ്പെടണം? നമ്മുടെ സ്നേഹിതൻ ലാസർ ഉറങ്ങുകയാണ്. വരൂ, നമുക്കവനെ ഉണർത്താൻ പോകാം. കർത്താവേ, അവൻ ഉറങ്ങുകയാണെങ്കിൽ അവൻ തന്നെ ഉണർന്നുകൊള്ളും. പത്രോസേ, ലാസർ മരിച്ചുപോയി. ഞാൻ അവിടെ ഇല്ലാതിരുന്നതിൽ നിങ്ങളെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ അവനെ ഉണർത്തുന്നത് കണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കണം. വരൂ, നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം. വരൂ, നമുക്കും അവനോടുകൂടെ മരിക്കാൻ പോകാം. ലാസറേ, പൊന്നു മകനെ, നീ മരിച്ചെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുന്നില്ലടാ. നീ ഇല്ലാത്ത ഭവനത്തിന് ഞങ്ങൾക്ക് ഇരിക്കാനാവുന്നില്ല. ലാസറേ, പൊന്നു മകനെ. കൊതിർന്നില്ലല്ലോടെ മകനെ. എന്റെ സഹോദരിമാർ ഊണും ഉറക്കമില്ലാതെ നിന്നെ ഓർത്ത് കരച്ചിലാണ്. എനിക്കത് കണ്ടു നിൽക്കാനുള്ള കരുത്തില്ല മകനെ. ലാസറേ, എന്റെ മകനെ ലാസറേ, നീ എവിടേക്ക് പോയടാ? ഗുരുവേ, യേശുനാഥ, അങ്ങ് ഇപ്പോഴാണ് വരുന്നത്. എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഗുരുവേ. അവന്റെ ശരീരം മറവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. സക്കായി, മാർത്തയും മറിയവും എവിടെ? ഭവനത്തിലുണ്ട് ഗുരുവേ. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. സക്കായി, ലാസർ മരിച്ചിട്ട് എത്ര ദിനമായി? 4 ദിവസമായി തോമസേ. അവൻ പോയി. സക്കായിയെ ഞങ്ങൾക്കും വലിയ മനോവിഷമമായി. എന്ത് ചെയ്യാൻ, സഹിക്കുക തന്നെ. എങ്കിലും ഒരു സങ്കടം മാത്രം ബാക്കിയായി. അവസാനമായി അവനെ ഒന്ന് കാണാൻ സാധിച്ചില്ലല്ലോ. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ
സഹോദരൻ മരിക്കില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. മാർത്ത, കരയാതിരിക്കൂ. നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കൂ. ഒടുവിലെ നാളിലെ പുനരുദ്ധാനത്തിൽ എന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. മാർത്ത, പുനരുത്ഥാനവും ജീവനും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് നീ വിശ്വസിക്കുന്നുവോ? കർത്താവേ, അങ്ങ് ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗുരുവേ, ഞാൻ പോയി മറിയത്തെയും കൂട്ടിക്കൊണ്ടുവരാം. ഗുരുവേ, എന്റെ പേര് റാഹേ. ഞാൻ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് വൈദ്യവേല ചെയ്ത് ജീവിക്കുന്നവളാണ്. എത്രയോ പകർച്ചവ്യാധികളും മാരക രോഗങ്ങളും ഞാൻ സുഖപ്പെടുത്തിയിരിക്കുന്നു ഗുരുവേ. പക്ഷേ ഈ യുവാവിന്റെ കാര്യത്തിൽ ഞാൻ തോറ്റുപോയി. എനിക്കവനെ രക്ഷിക്കാനായില്ല. എന്റെ കയ്യിൽ നിൽക്കുന്നില്ലെന്ന് കണ്ടേ ആളയച്ചിട്ടും അങ്ങ് പോലും വന്നില്ലല്ലോ ഗുരുവേ. റാഹേലെ, വിഷമിക്കേണ്ട. അവൻ്റെ മരണം സുനിശ്ചിതമായിരുന്നു. അതെന്തിനായിരുന്നുവെന്നും നീ വൈകാതെ മനസ്സിലാക്കും. മാർത്ത, അറിയാം നിങ്ങൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയില്ല. ഞങ്ങൾ ഏറെ വൈകിപ്പോയി. ലാസറിന്റെ മരണത്തിന് മുമ്പേ ഗുരു എത്തിയിരുന്നെങ്കിൽ അവൻ സുഖപ്പെട്ടനെ. ഇപ്പോഴെല്ലാം കഴിഞ്ഞു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ആളയച്ചിട്ട് പോലും അവൻ മരിക്കുന്നതിന് മുൻപ് നീ എത്തിയില്ലല്ലോ കർത്താവേ. അവനെ എവിടെയാണ് അടക്കിയിരിക്കുന്നത്? ഗുരുവേ, ആ കാണുന്ന കല്ലറയിലാണ്. നോക്കൂ, ഗുരുവും കണ്ണീർ വാർക്കുന്നു. ഗുരുവിന് ലാസറിനോട് അത്രമേൽ പ്രിയമുണ്ടായിരുന്നു. കുരുടന്റെ കണ്ണുകൾ തുറന്ന് ഇവനെ ലാസറിനെ മരിക്കാതാക്കാൻ കഴിഞ്ഞില്ലല്ലോ. ആ കല്ലെടുത്ത് മാറ്റുവിൻ. അവൻ മരിച്ചിട്ട് 4-ാം നാളായി കർത്താവേ. നാറ്റം വച്ചു തുടങ്ങി. മാർത്ത, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുമെന്നും ഞാൻ അറിയുന്നു. എങ്കിലും നീ എന്നെ അയച്ചുവെന്ന് ഈ പുരുഷാരം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ലാസറേ, പുറത്തു വരിക. അവന്റെ കെട്ടുകൾ അഴിക്കുവിൻ. അവൻ സ്വതന്ത്രനാകട്ടെ. വരൂ, നമുക്ക് അവന്റെ കെട്ടുകൾ അഴിക്കാം. മരണത്തെ ഇന്നുവരെ ആരും തോൽപ്പിച്ചിട്ടില്ല. ഞാൻ തോറ്റുപോയിരിക്കുന്നു. ഇനി എനിക്കിവിടെ നിൽക്കാനാവില്ല. ലാസറേ, പൊന്നു മകനെ. ലാസറേ, കുഞ്ഞനുജ, നീ ജീവനോടെ തിരികെ വന്നുപോ. നിന്നെ ഇനി ഒരിക്കലും കാണാനാവില്ലെന്നാണ് ഞാൻ കരുതിയത്. കർത്താവേ, നീ അവനെ ഞങ്ങൾക്ക് തിരികെ നൽകി ഞങ്ങളോട് അളവറ്റ കരുണ കാണിച്ചിരിക്കുന്നു. ലാസറേ, പൊന്നുമകനെ, നിന്നെ ഓർത്ത് ഈ സഹോദരി നെഞ്ചു പിടഞ്ഞ് കരയുകയായിരുന്നു. നീയില്ലാതെ ഞങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? നിന്നെ വീണ്ടും കാണാൻ കഴിഞ്ഞല്ലോടാ പൊന്നുമകനെ. ഗുരുവേ, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല നിന്നോട്. നന്ദി ഗുരുവേ, നന്ദി. അന്ധകാരത്തിൽ കണ്ടുപോയ ഭവനത്തെ നീ വീണ്ടും പ്രകാശപൂരിതമാക്കി. കർത്താവേ, ഈ എളിയവനെന്നും നിന്റെ ദാസനായിരിക്കും. നന്ദി ഗുരുവേ, നന്ദി. ഗുരുവേ, യേശുനാഥ, അങ്ങന്റെ ധർമ്മസങ്കടത്തിന് ശാശ്വത പരിഹാരം ചെയ്തിരിക്കുന്നു. ഇനി എനിക്ക് സന്തോഷത്തോടെ മടങ്ങിപ്പോകാം. കർത്താവേ, നിന്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗുരുവേ, അങ്ങ് വന്നതല്ലോ. എല്ലാം കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. കണ്ണടയുമ്പോൾ ഈ ഭൂമുഖം ഇനി ഒരിക്കലും കാണില്ല എന്നാണ് ഞാൻ കരുതിയത്. അങ്ങയുടെ വിളി ഞാൻ ഏതോ അഗാധതയിൽ ഇരുന്നാണ് കേട്ടത്.
ആ വിളി എന്നെ മരണത്തിൽ നിന്നും തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. ഗുരുവേ, യേശുനാഥ, അങ്ങയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ലാസറേ, പുനരുത്ഥാനവും ജീവനും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഈ ലഘുനാടകത്തിൽ അഭിനയിച്ചവരെയും പിന്നണിയിൽ പ്രവർത്തിച്ചവരെയും പരിചയപ്പെടുത്തട്ടെ. റെക്കോർഡിംഗ് ആൻഡ് മിക്സിംഗ് ജോയൽ ജോസഫ്. മേക്കപ്പ് ട്രീസ സേവ്യർ. പിന്നണിയിൽ സഹായിച്ചത് ലോറൻസ് പാലക്കാപ്പള്ളി. മരിയ സ്കോളാസ്റ്റിക്ക. യേശു ജോൺ ചമ്മണിക്കോടൻ. ലാസർ എമിൽ ആന്റണി. മറിയം ലിജി ജെയ്സൺ. മാർത്ത മേരി ക്യൂൻസി ഫെർണാണ്ടസ്. തോമസ് ടെറിൻ കൊറയ. പത്രോസ് ചിനു ലൂക്ക്. സക്കായി ഷാജി ജോസഫ്. സലോമി പുഷ്പ. റാഹേലമ്മ മേരി ജോസഫ്. മരണദൂതൻ നിക്സൺ ഡിസൂസ. രചന സംവിധാനം ജോൺ ചമ്മണിക്കോടൻ. ഈ ലഘുനാടകം കണ്ട് വേണ്ട പ്രോത്സാഹനം നൽകിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം തിരുനാൾ ആശംസകളും നേരുന്നു. താങ്ക് യു. മനോഹരമായ ഒരു കയ്യടി നൽകുക. അടുത്തതായി സമ്മാനദാനമാണ്.